നമസ്കാരം. അപ്പൊസ്തലനായ പൗലോസിന്റെ ഏറ്റവും തീവ്രവും വ്യക്തിപരമായ ലേഖനങ്ങളിലൊന്നാണ് ഗലാത്യർക്കെഴുതിയത്. അതിലെ 4-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ തുടങ്ങാല്ലേ? നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തൊരു ചോദ്യമാണിതല്ലേ? ഇതിലൊരേ സമയം സ്നേഹമുണ്ട്, ഒരു ചെറിയ ദേഷ്യമുണ്ട്, പിന്നെ ഒരുപാട് നിരാശയുമുണ്ട്. ഒരിക്കൽ രക്ഷപ്പെട്ടു പോന്ന ഒരു കെണിയിലേക്ക് എന്തിനാണ് വീണ്ടും പോയി ചാടുന്നത്? ഈയൊരു ചോദ്യമാണ് ഈ അധ്യായത്തിലുടനീളം മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. പൗലോസിന്റെ ആ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് നോക്കാം. എന്തിനായിരിക്കും പൗലോസ് ഗലാത്യരെ ഓർത്ത് ഇത്രയധികം വിഷമിക്കുന്നത്? ഒരപ്പന് മക്കളെക്കുറിച്ചുള്ള ഒരു വേവലാതിയില്ലേ, അതുതന്നെയാണ് ഈ വാക്കുകളിലും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, ഗലാത്യർ പണ്ട് പലതരം ദൈവങ്ങളെ ആരാധിച്ചിരുന്നവരാണ്. അതിൽ നിന്നാണ് അവർ സത്യദൈവത്തിലേക്ക് വരുന്നത്. അപ്പൊ പൗലോസ് ചോദിക്കുകയാണ്, ദൈവത്തെ അറിഞ്ഞതിനു ശേഷം, അല്ല, അതിനേക്കാളും മനോഹരമായി അദ്ദേഹം തന്നെ അത് തിരുത്തി പറയുന്നുണ്ട്, ദൈവം നിങ്ങളെ അറിഞ്ഞതിനു ശേഷം എന്തിനാണ് നിങ്ങൾ പഴയതിലേക്ക് തിരിച്ചുപോകുന്നത്? ഇത് പൗലോസിന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. അപ്പോൾ എന്താണ് പൗലോസിനെ ഇത്രയധികം വിഷമിപ്പിക്കുന്നത്? ഗലാത്യർ ചില പ്രത്യേക ദിവസങ്ങളും മാസങ്ങളുമൊക്കെ ഭയങ്കര കാര്യമായി ആചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പൗലോസ് ഇതിനെ വിളിക്കുന്നത് ബലമില്ലാത്ത, ഒരു കാര്യവുമില്ലാത്ത ചില പഴയ തത്വങ്ങളിലേക്കുള്ള തിരിച്ചുപോക്ക് എന്നാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്നേഹബന്ധത്തിൽ നിന്നും മാറി കുറേ നിയമങ്ങളുടെ ഒരു കൂട്ടിലേക്ക് അവർ സ്വയം തിരിച്ചു പോകുകയാണ്. അപ്പൊ ഈ ഒരു അവസ്ഥ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പൗലോസ് വളരെ സിമ്പിളായ പക്ഷെ ഭയങ്കര ശക്തമായൊരു ഉദാഹരണം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചോദ്യം ഇതാണ്: നിങ്ങൾ ശരിക്കും ഒരു അടിമയാണോ അതൊരു അവകാശിയാണോ? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു വലിയ എസ്റ്റേറ്റിന്റെ അവകാശിയായ ഒരു കൊച്ചുകുട്ടി. നിയമപരമായി നോക്കിയാൽ എല്ലാം അവന്റേതാണല്ലേ? പക്ഷേ ഒരു കാര്യമുണ്ടല്ലോ, അച്ഛൻ വെച്ചിരിക്കുന്ന ഒരു പ്രായം വരെ അവന്റെ ജീവിതം ഒരു അടിമയുടേതുപോലെയാണ്. കാര്യസ്ഥന്മാരുടെ കീഴിൽ, നിയമങ്ങളുടെ കീഴിൽ, സ്വന്തമായൊരു തീരുമാനമെടുക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല. ഇനി പൗലോസിന്റെ ഉപമയിലെ ഓരോ സ്റ്റെപ്പും നോക്കിക്കേ. അത് നമ്മളുമായി എങ്ങനെയാ ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കാം. ഒരു കാലത്ത് നമ്മളും ആ കുട്ടിയെപ്പോലെയായിരുന്നു, നിയമങ്ങൾക്കടിമകൾ. പക്ഷേ കറക്റ്റ് സമയം വന്നപ്പോ ദൈവം ക്രിസ്തുവിനെ അയച്ചു, നമ്മളെ ആ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത് സ്വന്തം മക്കളാക്കി. അതിന്റെ ഫലമെന്താ? നമ്മളിനി അടിമകളല്ല, മക്കളാണ്, അവകാശികളാണ്. ഈ ഒരൊറ്റ വാക്ക്, അബ്ബാ, പിതാവേ, ഇതു മതി ആ ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കാൻ. ഇതൊരു നിയമപരമായ ടേമൊന്നുമല്ല. ഒരു കൊച്ചുകുട്ടി പേടിയില്ലാതെ സ്നേഹത്തോടെ അപ്പ എന്ന് വിളിക്കുന്ന ആ ഒരു വിളിയാണ്. നമുക്ക് ഇങ്ങനെ വിളിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണോ? ദൈവം അവിടുത്തെ പുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തന്നതുകൊണ്ടാണ്. ആ ഒരു മാറ്റം, അടിമത്തത്തിൽ നിന്നും മകൻ എന്ന പദവിയിലേക്കുള്ള മാറ്റം, അത് മുഴുവൻ ഈയൊരു വിളിയിലുണ്ട്. ഇതുവരെ പൗലോസ് സംസാരിച്ചത് മുഴുവൻ ലോജിക് വെച്ചായിരുന്നു, അല്ലേ? എന്നാൽ ഇവിടെ വച്ച് അദ്ദേഹത്തിന്റെ ടോൺ ആകെ മാറുകയാണ്. ഇനി കേൾക്കാൻ പോകുന്നത് തലച്ചോറിൽ നിന്നുള്ള വാക്കുകളല്ല, മറിച്ച് ഒരു അപ്പന്റെ ഹൃദയം പൊട്ടിയൊഴുകുന്ന വാക്കുകളാണ്. എന്തൊരു ശക്തമായൊരു വാക്യമാണിതല്ലേ? ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനായി അനുഭവിക്കുന്ന ആ ഒരു പ്രസവവേദന, അതേ വേദന ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും അനുഭവിക്കുകയാണ് എന്ന് പൗലോസ് പറയാണ്. എന്തിനു വേണ്ടി? നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുന്നതുവരെ. ശരിക്കും ഇതിലും വലുതായി എങ്ങനെയാണ് ഒരാൾക്ക് തന്റെ സ്നേഹം കാണിക്കാൻ പറ്റുന്നത്? അദ്ദേഹം അവരുടെ പഴയ കാലമൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പണ്ട് തനിക്ക് അസുഖമായിരുന്നിട്ട് പോലും നിങ്ങൾ എന്നെ ഒരു മാലാഖയെപ്പോലെയാണ് സ്വീകരിച്ചത്. നിങ്ങളുടെ കണ്ണുകൾ പോലും എനിക്ക് വേണ്ടി പറിച്ചു തരാൻ നിങ്ങൾ തയ്യാറായിരുന്നു. പക്ഷേ ഇന്നെന്താ സംഭവിച്ചത്? ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ശത്രുവായി മാറിയോ? ആ ഒരു ചോദ്യത്തിലെ വേദന ഒന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോൾ ഇനി നമ്മൾ വരുന്നത് ഈ അധ്യായത്തിന്റെ ക്ലൈമാക്സിലേക്കാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉറപ്പിക്കാൻ വേണ്ടി പൗലോസ് ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു ഉപമ, പഴയ നിയമത്തിൽ നിന്ന് അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു യഥാർത്ഥ കഥ. കഥയുടെ പശ്ചാത്തലം വളരെ ലളിതമാണ്. അബ്രഹാമിന് 2 മക്കളുണ്ടായിരുന്നു. ഒന്ന്, അടിമയായിരുന്ന ഹാഗാറിൽ ജനിച്ച ഇഷ്മായേൽ. 2, സ്വതന്ത്രയായിരുന്ന സാറായിൽ ജനിച്ച ഇസ്ഹാക്ക്. ഈ 2 പേരാണ് നമ്മുടെ ഈ കഥയിലെ, അല്ലെങ്കിൽ പൗലോസിന്റെ ഈ ഉപമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇവിടെയാണ് പൗലോസ് തന്റെ പോയിന്റ് വ്യക്തമാക്കുന്നത്. അദ്ദേഹം ഈ 2 സ്ത്രീകളെ 2 ഉടമ്പടികളായിട്ടാണ് കാണുന്നത്. ഒന്നാമത് ഹാഗാർ, ആ അടിമസ്ത്രീ. അവർ സീനായ് മലയിൽ വെച്ചു കൊടുത്ത നിയമത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതിന്റെ ഫലമെന്താണ്? അടിമത്തം. മറുവശത്ത് സാറ, സ്വതന്ത്രയായ സ്ത്രീ. അവർ ദൈവത്തിന്റെ വാഗ്ദാനത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതിന്റെ ഫലം സ്വാതന്ത്ര്യമാണ്.
വളരെ വ്യക്തമായി പറഞ്ഞാൽ, ഒന്ന് മനുഷ്യന്റെ കഠിനാധ്വാനത്തെ ആശ്രയിക്കുന്നു, മറ്റൊന്ന് ദൈവത്തിന്റെ കൃപയെ മാത്രം ആശ്രയിക്കുന്നു. ഈ ഉപമയുടെ അവസാനം, അതിന്റെ ആ പഞ്ച് ലൈൻ വളരെ ശക്തമായൊരു വാക്യമാണ്. അടിമസ്ത്രീയുടെ മകൻ സ്വതന്ത്ര സ്ത്രീയുടെ മകനോടൊപ്പം അവകാശിയാകാൻ പാടില്ല. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അടിമത്തത്തിന്റെ വഴിക്കും സ്വാതന്ത്ര്യത്തിന്റെ വഴിക്കും ഒരുമിച്ചു പോകാൻ പറ്റില്ല. നിയമവും കൃപയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം, രണ്ടും കൂടി പറ്റില്ല. അങ്ങനെ പൗലോസ് തന്റെ വാദങ്ങളെല്ലാം ഒരുമിച്ചു കൊണ്ടുവരികയാണ്. അടിമത്തത്തിൽ നിന്ന് അവകാശത്തിലേക്ക്, നിയമത്തിൽ നിന്ന് വാഗ്ദാനത്തിലേക്ക്, അങ്ങനെ നമ്മളെ കൊണ്ടെത്തിച്ചു. അപ്പൊ ഇതിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അദ്ദേഹം ഗലാത്യരോട് മാത്രമല്ല, ഇത് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ്. നിങ്ങൾ ആരാണെന്നുള്ളത് അടിമത്തത്തിൽ കെട്ടിപ്പടുത്ത ഒന്നല്ല. നിങ്ങൾ കുറെ നിയമങ്ങളുടെ തടവുകാരല്ല, മറിച്ച് നിങ്ങൾ ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ മക്കളാണ്. അപ്പോ പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം കൂടി നമുക്ക് സ്വയം ചോദിക്കാം. ഈ അടിമത്തം, സ്വാതന്ത്ര്യം, ഇതൊക്കെ പണ്ടത്തെ ആശയങ്ങളായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ഇതിന് എന്ത് പ്രസക്തിയാണുള്ളത്? നമ്മുടെ ജീവിതം ഇപ്പോഴും ഒരുപാട് ചെയ്യേണ്ട കാര്യങ്ങളിലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിലും കുടുങ്ങിക്കിടക്കുകയാണോ? അതോ നമ്മൾ ശരിക്കും കൃപയിലും സ്നേഹത്തിലും അടിസ്ഥാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ? ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. നന്ദി. നമ്മളിന്ന് പരിശോധിക്കുന്നത് ഗലാത്യക്കാർക്ക് എഴുതിയ പുസ്തകത്തിലെ 4-ാം അധ്യായം എന്ന 2000 വർഷം പഴക്കമുള്ള ഒരു രേഖയാണ്. മനുഷ്യൻ എന്തിനാണ് തനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ ഇത്രത്തോളം ഭയക്കുന്നത് എന്നതിൻ്റെ വളരെ സൂക്ഷ്മമായ ഒരു വിശകലനമാണ് നാം ഇതിൽ കാണുന്നത്. ഒരു കൂട്ടം ആളുകൾ അടിമത്തത്തിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് വരികയും എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ സ്വാതന്ത്ര്യം വേണ്ടെന്ന് വെച്ച് പഴയ ചട്ടക്കൂടുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാകും? അതാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു പ്രതിഭാസം ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. കേവലം കുറച്ചു മതപരമായ നിയമങ്ങൾ അനുസരിക്കുന്നതിനെക്കുറിച്ചോ തെറ്റിക്കുന്നതിനെക്കുറിച്ചോ ഉള്ള ഒരു സാധാരണ ചർച്ചയല്ല ഇത്. മറിച്ച് എന്താ പറയുക, സ്വാതന്ത്ര്യം എന്നത് മനുഷ്യന് നൽകുന്ന വലിയ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു പഠനമാണിത്. ശരിയാണ്. മനുഷ്യരെപ്പോഴും സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നവരാണല്ലേ. നിയമങ്ങളും ചട്ടങ്ങളും നമുക്കൊരുതരം കൃത്രിമമായ സുരക്ഷിതത്വം നൽകുന്നുണ്ട്. ഈ രേഖയിലുടനീളം വ്യക്തിപരമായ അവകാശങ്ങൾ, വൈകാരികമായ ബന്ധങ്ങൾ, പിന്നെ ചില ചരിത്രപരമായ രൂപകങ്ങൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് സ്വതന്ത്രരാക്കപ്പെട്ട മനുഷ്യർ എന്തിനാണ് വീണ്ടും അടിമത്തത്തെ പ്രണയിക്കുന്നത് എന്ന വലിയൊരു ചോദ്യം ഈ എഴുത്തുകാരൻ ഉയർത്തുന്നുണ്ട്. ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കാൻ ആ രേഖയുടെ തുടക്കത്തിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന വളരെ കൗതുകകരമായ ഒരു നിയമപരമായ ഉദാഹരണത്തിലേക്ക് നമുക്ക് വരാം. ഇന്നത്തെ കാലത്തെ ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ പശ്ചാത്തലത്തിൽ നിങ്ങളിതൊന്ന് ആലോചിച്ചു നോക്കൂ. ആയിരക്കണക്കിന് കോടി രൂപയുടെ ഒരു വലിയ IT സാമ്രാജ്യത്തിന്റെ ഒരേ ഒരു അവകാശിയായ ഒരു കൊച്ചുകുട്ടിയെ സങ്കൽപ്പിക്കൂ. നല്ലൊരു അനാലജിയാണ്. ആ കമ്പനിയുടെ മുഴുവൻ ഓഹരികളും അവന്റേതാണ്. പക്ഷേ അവന് പ്രായപൂർത്തിയാകുന്നതുവരെ ആ കമ്പനിയിൽ അവന് ശരിക്കും എന്തധികാരമാണുള്ളത്? കമ്പനിയിലെ ഒരു സാധാരണ ജീവനക്കാരനും ഈ കോടീശ്വരനായ കുട്ടിക്കും തമ്മിൽ നിയമപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല. അതെ, പ്രായോഗികമായി അവർ തുല്യരാണ്. അല്ലേ? കാരണം അവന്റെ അച്ഛൻ നിശ്ചയിച്ച ആ സമയം വന്നെത്തുന്നതുവരെ അവൻ ബോർഡ് ഓഫ് ഡയറക്ടർമാരുടെയോ മറ്റു മാനേജർമാരുടെയോ ഒക്കെ നിയന്ത്രണത്തിലാണ്. സ്വന്തമായൊരു തീരുമാനമെടുക്കാൻ അവന് കഴിയില്ല. അവൻ ആ സാമ്രാജ്യത്തിന്റെ അവകാശിയാണെങ്കിലും എന്താ പറയാ, അനുഭവത്തിൽ അവൻ വെറുമൊരു ദാസനെ പോലെയാണ് ജീവിക്കുന്നത്. ഈ ആധുനിക കാലത്തെ കോർപ്പറേറ്റ് ഉദാഹരണം ആ പുരാതന രേഖയുടെ അന്തസ്സത്തെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നുണ്ട്. പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ ഒരു അവകാശി രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കും എന്നതാണ് അന്നത്തെയും ഇന്നത്തെയും നിയമം നോക്കിക്കാണുന്നത്. അതായത് മനുഷ്യർ ആത്മീയമായി ശൈശവാവസ്ഥയിലായിരുന്ന കാലത്ത് അവർ പ്രകൃതിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ശക്തികൾക്ക് അടിമപ്പെട്ടിരിക്കുകയായിരുന്നു എന്നദ്ദേഹം പറയുന്നു. ഇംഗ്ലീഷിൽ അതിനെ എലമെന്റൽ സ്പിരിറ്റ്സ് എന്ന് പറയും. ഈ പ്രപഞ്ചശക്തികളെന്ന് പറയുമ്പോൾ അതൊരു തരം അദൃശ്യരായ ഭൂതങ്ങളോ മറ്റോ ആണോ? അല്ലല്ല. ഈ പ്രപഞ്ചശക്തികളെന്ന് പറയുന്നത് അദൃശ്യരായ ഭൂതങ്ങളോ പ്രേതങ്ങളോ ഒന്നുമല്ല. മറിച്ച് അക്കാലത്തെ ലോകത്തെ നിയന്ത്രിച്ചിരുന്ന പ്രാഥമികമായ തത്വങ്ങൾ, കർശനമായ നിയമങ്ങൾ, കോസ് ആൻഡ് എഫക്റ്റ് എന്നൊക്കെ പറയുന്ന അടിസ്ഥാന ചിട്ടകളാണ്. ഈ ചിട്ടകളുടെ കീഴിൽ മനുഷ്യൻ ശരിക്കും ഒരു അടിമയെപ്പോലെയാണ് ജീവിച്ചിരുന്നത്. ഓ,
അവിടെയാണ് രേഖയിലെ ഏറ്റവും നിർണായകമായ ആ വഴിത്തിരിവ് സംഭവിക്കുന്നത്. കാലസമ്പൂർണത എന്നൊരു അതിമനോഹരമായ പ്രയോഗം നമുക്കിവിടെ കാണാം. അതായത് ആ കോടീശ്വരനായ കുട്ടിക്ക് 18 വയസ്സ് തികയുന്ന ആ ദിവസം. അതെ, ആ ദിവസമാണ് എല്ലാം മാറുന്നത്. ആ സമയം പൂർണ്ണമായപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ച് നിയമത്തിന് അധീനരായിരുന്നവരെ വിമുക്തരാക്കി അവരെ പൂർണ്ണ അവകാശികളായി ദത്തെടുക്കുന്നു എന്നാണ് പറയുന്നത്. അഡോപ്ഷൻ. ഇവിടെ വെറുമൊരു നിയമപരമായ കൈമാറ്റമല്ല നടക്കുന്നത്. അതെ അതെ, ദാസനിൽ നിന്നും പുത്രനിലേക്കുള്ള ആ മാറ്റത്തിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് കേൾക്കുമ്പോഴാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ആബ്ബ, പിതാവേ എന്നു വിളിക്കാനുള്ള സ്വാതന്ത്ര്യം. അതാണ് ഈ രേഖയുടെ ഏറ്റവും വൈകാരികമായ തലം. ഒരു ഉടമയും അടിമയും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, അതെപ്പോഴും ഭയത്തിൽ അധിഷ്ഠിതമാണ്. അടിമ എപ്പോഴും ശിക്ഷയെ ഭയക്കുന്നു, അതെ. എപ്പോഴും ഒരു പേടിയുണ്ടാവും. എന്നാൽ ഒരു അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. സ്വന്തം അച്ഛന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു മകന് അവിടെ പൂർണ്ണമായ അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ ഭയത്തിന്റെ കോടതിമുറിയിൽ നിന്നും സ്നേഹത്തിന്റെ സ്വീകരണമുറിയിലേക്കുള്ള മനുഷ്യന്റെ മാറ്റത്തെയാണ് അത് കൃത്യമായി കുറിക്കുന്നത്. ഭയത്തിൽ നിന്നും സ്നേഹത്തിലേക്ക് ഗംഭീരമായ ഒരു മാറ്റമാണത്. അതെ. പിന്നെ ഈ അവകാശം ലഭിക്കുന്നത് സ്വന്തം പ്രയത്നം കൊണ്ടല്ല, മറിച്ച് ആ കാലസമ്പൂർണതയിൽ ദൈവം ഇടപെട്ടതുകൊണ്ടാണെന്നും ഈ രേഖ അടിവരയിട്ട് പറയുന്നുണ്ട്. കേൾക്കുമ്പോൾ വളരെ മനോഹരമായൊരു മാറ്റമാണിത്. പക്ഷേ ശ്രോതാക്കളായ നിങ്ങൾ ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്രയും വലിയൊരു അവകാശം ലഭിച്ച് ആ ഭയത്തിന്റെ കോടതിമുറിയിൽ നിന്ന് സ്നേഹത്തിന്റെ സ്വീകരണ മുറിയിലേക്ക് വന്ന ഈ മനുഷ്യർ പിന്നീട് എന്താണ് ചെയ്യുന്നത്? അത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. അതെ, അവർ തിരികെ പഴയ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും പുറകെ പോകുന്നു. ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കാൻ തുടങ്ങുന്നു. ഇന്നത്തെ നമ്മുടെ ജീവിതവുമായി ഇതിനെ ബന്ധിപ്പിച്ചാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ചില വിഷലിപ്തമായ, അതായത് ടോക്സിക്കായ ബന്ധങ്ങളെക്കുറിച്ചാണ്. അതൊരു നല്ല താരതമ്യമാണ്, അല്ലേ? നിരന്തരം നമ്മളെ നിയന്ത്രിക്കുകയും ശ്വാസം മുട്ടിക്കുകയും ചെയ്യുന്നൊരു മോശം ബന്ധത്തിൽ നിന്ന് ഒരാൾ വളരെ കഷ്ടപ്പെട്ടു പുറത്തുവരുന്നു. കുറച്ചുനാൾ പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. എന്നാൽ പിന്നീട് ആ സ്വാതന്ത്ര്യം അവരെ ഭയപ്പെടുത്തുകയും അവരെ നിരന്തരം നിയന്ത്രിക്കുന്ന മറ്റൊരു വ്യക്തിയെ അവർ തന്നെ തേടിപ്പോകുകയും ചെയ്യുന്നു. ശരിയാണ്, പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു ജോലി ഉപേക്ഷിച്ച് ഓരോ മിനിറ്റും നിരീക്ഷിക്കപ്പെടുന്ന ഒരു മൈക്രോ മാനേജ്ഡായ ജോലിയിലേക്ക് ഒരാൾ സ്വയം തിരിച്ചുപോകുന്നു. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഒരു ചെക്ക് ലിസ്റ്റ് വെച്ച് ജീവിക്കാനാണോ മനുഷ്യർക്ക് എപ്പോഴും താൽപ്പര്യം? അതായത് സ്വാതന്ത്ര്യമെന്നത് വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ്. അതാണ് ഇതിന്റെ പ്രധാന മനഃശാസ്ത്രപരമായ വശം. നമ്മൾ സ്വതന്ത്രരാകുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾക്ക് നമ്മൾ തന്നെ ഉത്തരം പറയേണ്ടി വരും. അതെ, അത് നമ്മൾ തന്നെ നോക്കണം. എന്ത് ശരി, എന്ത് തെറ്റ് എന്ന ഓരോ നിമിഷവും നമ്മൾ തന്നെ വിവേചിച്ചറിയണം. ഇതിന് വലിയ മാനസികമായ അധ്വാനം ആവശ്യമാണ്. എന്നാൽ നിയമങ്ങളുടെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ജീവിക്കാൻ വളരെ എളുപ്പമാണ്. തീർച്ചയായും, ആരും അധികം ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അതെ, ഞാൻ ഈ ദിവസം ഉപവസിച്ചു, ചൊവ്വാഴ്ച ഈ പ്രത്യേക കർമ്മം ചെയ്തു, അതുകൊണ്ട് ഞാൻ വിശുദ്ധനാണ് എന്ന് വളരെ എളുപ്പത്തിൽ അവർക്ക് സ്വയം വിശ്വസിപ്പിക്കാം. ആ ഒരു കൃത്രിമമായ സുരക്ഷിതത്വ ബോധത്തിലേക്കാണ് ഇവർ തിരിച്ചുപോകുന്നത്. ദൈവത്തെ അറിയാതിരുന്ന കാലത്ത് അവർ അർത്ഥമില്ലാത്തവയെ സേവിച്ചുവെന്നത് മനസ്സിലാക്കാം. എന്നാൽ സത്യം എന്താണെന്നറിഞ്ഞതിനു ശേഷവും വീണ്ടും ആ ബലഹീനവും വ്യർത്ഥമായ പ്രപഞ്ചശക്തികളുടെ അടുത്തേക്ക് തിരിച്ചുപോകുന്നത് എഴുത്തുകാരന് ശരിക്കും ഭയപ്പെടുത്തുന്നുണ്ട്. ആ ഭയം വെറുമൊരു ആശങ്കയല്ല, അതൊരു വലിയ നിരാശയായി മാറുന്നത് നമുക്കിവിടെ കാണാം. നിങ്ങളെക്കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്ത അധ്വാനമെല്ലാം വെറുതെയായെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ ആശയപരമായ ഒരു സംവാദത്തിൽ നിന്നും ഇത് പെട്ടെന്ന് വ്യക്തിപരമായ ഒരു വിലാപമായി മാറുകയാണ്. ഈ രേഖയുടെ സ്വരത്തിൽ വരുന്ന ഈ മാറ്റം വളരെ ശ്രദ്ധേയമാണ്. ഒരു നിയമവിദഗ്ധനെപ്പോലെ വളരെ കൃത്യമായ വാദങ്ങൾ നിരത്തിയിരുന്ന അദ്ദേഹം പെട്ടെന്ന് ഹൃദയം തകർന്ന ഒരു സുഹൃത്തായി മാറുന്നു. സ്വന്തം ശാരീരികാസ്വാസ്ഥ്യത്തെക്കുറിച്ച് പോലും അദ്ദേഹം ഇവിടെ തുറന്നു പറയുന്നുണ്ടല്ലേ? ശരിയാണ്. ഒരു നേതാവ് തന്റെ അനുയായികളുടെ മുന്നിൽ സ്വന്തം ബലഹീനതകൾ ഇത്രത്തോളം തുറന്നു കാണിക്കുന്നത് ആ പുരാതന ലോകത്ത് വളരെ അപൂർവമാണ്. പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൽ ശാരീരികമായ അസുഖങ്ങളെ പലപ്പോഴും ദൈവങ്ങളുടെ കോപമായോ ശാപമായോ ഒക്കെയാണ് ആളുകൾ കണ്ടിരുന്നത്. ഓ, അപ്പോൾ അങ്ങനെ ഒരു അസുഖവുമായി വരുമ്പോ അവർക്ക് അദ്ദേഹത്തെ തള്ളിക്കളയാമായിരുന്നു. തീർച്ചയായും.
അത്തരമൊരു ശാരീരിക അവസ്ഥയിൽ ഒരാൾ പുതിയൊരു സന്ദേശവുമായി വരുമ്പോൾ അവരെ നിന്ദിക്കാനും തള്ളിക്കളയാനുമുള്ള സാധ്യതകൾ അവിടെ ഏറെയായിരുന്നു. എന്നിട്ടും ഗലാത്യക്കാർ അദ്ദേഹത്തെ നിന്ദിച്ചില്ല, മറിച്ച് ഒരു ദൈവദൂതനെ പോലെയാണ് സ്വീകരിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. അവരുടെ ആ പഴയ സ്നേഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇപ്പോഴത്തെ അവരുടെ മാറ്റത്തിന്റെ തീവ്രത അദ്ദേഹം എടുത്തു കാണിക്കുകയാണ്. അതെ, അദ്ദേഹം പറയുന്നൊരു വരിയുണ്ട്, അത് ആരെയും സ്പർശിക്കുന്നതാണ്. സാധ്യമായിരുന്നെങ്കിൽ നിങ്ങൾ സ്വന്തം കണ്ണുകൾ പോലും ചൂഴ്ന്നെടുത്ത് തരുമായിരുന്നു എന്നെനിക്ക് ബോധ്യമുണ്ടെന്ന്. ഇതൊരു ചെറിയ പ്രയോഗമല്ല. വളരെ ശക്തമായ വാക്കുകളാണത്. സ്വന്തം ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം മറ്റൊരാൾക്ക് കൊടുക്കാൻ മാത്രം ഒരാളെ സ്നേഹിക്കണമെങ്കിൽ ആ ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതായിരിക്കണം. അത്രത്തോളം സ്നേഹിച്ചിരുന്നവർ ഇപ്പോൾ പെട്ടെന്ന് ശത്രുക്കളെ പോലെ പെരുമാറുന്നു. അതെ. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് തെറ്റായൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്നത് കണ്ട് അവരോടുള്ള സ്നേഹം കാരണം നിങ്ങൾ അവരെ ഒരു സത്യം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ആ സത്യം കേൾക്കാൻ അവർക്ക് താൽപ്പര്യമില്ലാത്തതുകൊണ്ട് അവർ നിങ്ങളെ പെട്ടെന്നൊരു ശത്രുവായി പ്രഖ്യാപിക്കുന്നു. സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായി എന്നോ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ ആ വലിയ വേദനയുണ്ട്. ആ വേദനയോടൊപ്പം തന്നെ അവരെ ഈ പഴയ നിയമങ്ങളിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളുകളുടെ, അതായത് ആ അജിറ്റേറ്റേഴ്സിന്റെ ലക്ഷ്യമെന്താണെന്നും അദ്ദേഹം കൃത്യമായി തുറന്നുകാട്ടുന്നുണ്ട്. ഈ നിയമോപദേശകർ ഗലാത്യക്കാരോട് വലിയ താൽപര്യം കാണിക്കുന്നുണ്ട്, എന്നാൽ അത് സതുദ്ദേശത്തോടെയല്ല എന്ന് അദ്ദേഹം പറയുന്നു. നിങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യം എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഇതൊരു ക്ലാസിക് കൾട്ട് മാനിപ്പുലേഷൻ തന്ത്രമാണ്. കൾട്ട് മാനിപ്പുലേഷൻ, അതായത് അവരെ ബാക്കി എല്ലാവരിൽ നിന്നും അകറ്റുക. അതെ, യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൽ നിന്നും യഥാർത്ഥ ഗുരുക്കന്മാരിൽ നിന്നും ഒരു സമൂഹത്തെ ഒറ്റപ്പെടുത്തുക, എന്നിട്ട് അവരെ പൂർണ്ണമായും തങ്ങളെ ആശ്രയിക്കുന്നവരാക്കി മാറ്റുക. ഗലാത്യക്കാർ സ്വാതന്ത്ര്യത്തിന്റെ അവകാശികളാകാൻ ഈ നിയമോപദേശകർ ആഗ്രഹിക്കുന്നില്ല, മറിച്ചവർ തങ്ങളുടെ അനുയായികളായി അല്ലെങ്കിൽ അടിമകളായി തുടരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ ചതി തിരിച്ചറിയുന്നതുകൊണ്ടാണ് അദ്ദേഹം അത്രയും ശക്തമായ, ഒരുപക്ഷെ ഈ രേഖയിലെ തന്നെ ഏറ്റവും അസാധാരണമായൊരു രൂപകം ഉപയോഗിക്കുന്നത്. എന്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്കുവേണ്ടി ഈറ്റുനോവനുഭവിക്കുന്നു എന്ന്. അതൊന്ന് ആലോചിച്ച് സത്യത്തിൽ തുറന്നു കിടക്കുകയാണ്. അതെ, നിങ്ങൾ പുരാതന കാലത്തെ ഒരു പുരുഷനായ എഴുത്തുകാരൻ തന്റെ ആത്മീയവും മാനസികവുമായ വ്യതിയാനങ്ങൾ എടുക്കേണ്ടി വരുമല്ലോ എന്ന ഭയം ഉപമിക്കുകയാണ്. ജോലിസ്ഥലത്തോ ശിഷ്യന്മാരോടുള്ള കേവലമായ ഒരു ഉത്തരവാദിത്തമല്ലോ, തന്റെ ഗർഭപാത്രത്തിൽ കിടക്കില്ലാത്ത കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാണെന്ന് തിരിച്ചറിയുന്ന ഒരു അമ്മയുടെ അതേ മാനസികാവസ്ഥയിലാണ് ജീവിതത്തിലെ ആ ദാസിയെയും പുത്രനെയും നിഷ്കാസനം ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? വേദനയെ മാത്രമല്ല വലിയ ചോദ്യമാണ്. അതൊരു പുതിയ ജീവന്റെ ജനനത്തിന് വേണ്ടിയുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നത് എളുപ്പമുള്ള കാര്യമല്ല. അത് വളരെ അച്ചടക്കവും പക്വതയും ആവശ്യപ്പെടുന്നു. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിന് പുറത്ത് നിങ്ങൾക്കൊരിക്കലും ഒരു യഥാർത്ഥ അവകാശിയായി ജീവിക്കാൻ എഴുതേണ്ടി വരുന്നതിലെ നിങ്ങളുടെ ഉള്ളിലെ അദ്ദേഹത്തെ വല്ലാതെ വാതിലുകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുക. നിർത്തുന്നില്ല. നമ്മുടെ ഈ ആഴത്തിലുള്ള അന്വേഷണത്തിന്റെ മറ്റൊരു വിഷയം നമുക്ക് വീണ്ടും സ്നേഹിക്കുന്ന അതുവരെ ഈ ചിന്തകൾ നിങ്ങളോടൊന്നുള്ള ഒരു വലിയ ബോംബ് അദ്ദേഹം പൊട്ടിക്കുകയാണ്. അവിടെയാണ് ആ അലഗോറി വരുന്നത്. അതെ, ശ്രോതാക്കൾക്ക് എബ്രാഹത്തിന്റെ 2 മക്കളുടെ കഥ അറിയാമായിരിക്കും. ദാസിയായ ഹാഗാറിൽ നിന്ന് ശാരീരിക രീതിയിൽ ജനിച്ച മകനും സ്വതന്ത്രയായ സാറായിൽ നിന്ന് വാഗ്ദാന പ്രകാരം ജനിച്ച ഇസ്ഹാക്കും. ഈ കഥ അറിയുന്ന നിയമോപദേശകരെല്ലാവരും തന്നെ സ്വയം കരുതിയിരുന്നത് തങ്ങൾ ആ സ്വതന്ത്രയായ സ്ത്രീയുടെ, അതായത് സാറായുടെ യഥാർത്ഥ അവകാശികളാണെന്നാണ്. എന്നാൽ ഇവിടെയാണ് അദ്ദേഹം ആ ചരിത്രത്തെ പൂർണ്ണമായും തലകീഴായി മറിക്കുന്നത്. ഈ രേഖയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇതാണെന്ന് പറയാം. അദ്ദേഹം ആ നിയമങ്ങളെ മുറുകെ പിടിക്കുന്നവരെ നോക്കി വിളിക്കുന്നത് ദാസിയുടെ മക്കളെന്നാണ്. ശരിക്കും അതാണ് ഈ വാദത്തിന്റെ ഏറ്റവും വലിയ സാഹിത്യപരവും ബൗദ്ധികവുമായ വിജയം. അദ്ദേഹം ഈ ചരിത്ര സംഭവത്തെ ഒരു ആലങ്കാരിക രൂപമായി അവതരിപ്പിക്കുന്നു. അവിടെ ഹാഗാർ എന്ന ദാസി പ്രതിനിധീകരിക്കുന്നത് അറേബ്യയിലെ സീനായ് മലയെയാണ്. സീനായ് മലയുടെ പ്രാധാന്യം, അതായത് അവിടെ വെച്ചല്ലേ നിയമങ്ങൾ ലഭിച്ചത്? അതെ, അവിടെ വെച്ചാണ് നിയമങ്ങൾ നൽകപ്പെട്ടത്. അതായത് നിയമങ്ങളുടെ അടിസ്ഥാനമായ സീനായ് മലയെ അദ്ദേഹം ഒരു ദാസിയോട് ഉപമിക്കുകയാണ്. അവൾ ദാസ്യവൃത്തിക്കായി മക്കളെ ജനിപ്പിക്കുന്നു. ഇന്നത്തെ ഭൗമികമായ ജെറുസലേം
അതായത് അന്നത്തെ നിയമങ്ങളുടെയും ആചാരങ്ങളുടെയും കേന്ദ്രം ആ ദാസിയുടെ അവസ്ഥയിലാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. ഭയങ്കരമായ ഒരു പ്രസ്താവനയാണത്. തീർച്ചയായും നിയമങ്ങളിൽ അഭയം പ്രാപിക്കുന്നവർ യഥാർത്ഥ അവകാശികളല്ല, മറിച്ച് വെറും അടിമകളാണ് എന്ന ഈ പ്രഖ്യാപനം അന്നത്തെ കാലത്ത് എത്രത്തോളം കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ടാകുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഈ രേഖ പറയുന്നതനുസരിച്ച് നിയമം ഒരു ദാസിയാണ്. നിയമങ്ങളെ അടിസ്ഥാനമാക്കി ജീവിച്ചിരുന്നവരെ മുഴുവൻ അദ്ദേഹം ദാസിയുടെ മക്കളാക്കി മാറ്റി. അപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ മക്കൾ ആരാണ്? അത് ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്നദ്ദേഹം പറയുന്നു. സ്വതന്ത്രയായ സ്ത്രീ സ്വർഗീയ ജെറുസലേമിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. സഹോദരരെ, നമ്മളാകട്ടെ ഇസഹാക്കിനെ പോലെ വാഗ്ദാനത്തിന്റെ മക്കളാണ് എന്നദ്ദേഹം വളരെ അഭിമാനത്തോടെ പറയാണ്. അതെ, ആ പഴയ ഇരുമ്പുകൂട്ടിൽ നിന്ന് പുറത്തു വന്നവരാണ് യഥാർത്ഥ വാഗ്ദാനത്തിന്റെ അവകാശികൾ. എന്നാൽ അവിടെ മറ്റൊരു ചരിത്രപരമായ യാഥാർത്ഥ്യം കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദാസിയുടെ മകൻ സ്വതന്ത്രയായവളുടെ മകനെ പീഡിപ്പിച്ചിരുന്നൊരു ചരിത്രമുണ്ട്. അതിന്നും ആവർത്തിക്കപ്പെടുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതായത് പഴയ കാര്യങ്ങൾ വീണ്ടും നടക്കുന്നു. അതെ, ശാരീരിക രീതിയിൽ ജനിച്ചവൻ, അതായത് ഈ നിയമങ്ങളെ മുറുകെ പിടിക്കുന്നവർ, എക്കാലത്തും ആത്മാവിന്റെ ശക്തിയാൽ ജനിച്ചവരെ, അതായത് സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നവരെ പീഡിപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും. സ്വാതന്ത്ര്യവും നിയമത്തിന്റെ അടിമത്വവും ഒരിക്കലും ഒത്തുപോകില്ല. കാരണം എങ്ങനെയെങ്കിലും ഈ സ്വാതന്ത്ര്യത്തിന്റെ മക്കളെ തിരികെ തങ്ങളുടെ ആചാരങ്ങളുടെ കൂട്ടിലേക്ക് കൊണ്ടുവരാനാണ് അടിമത്വത്തിന്റെ വക്താക്കൾ എക്കാലത്തും ശ്രമിക്കുക. ഈ ഒരു പ്രതിസന്ധിയിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന പരിഹാരം എന്താണ് എന്നത് വളരെ ശ്രദ്ധേയമാണ്. എന്താ പറയാ, ഒരു തരം ഒത്തുതീർപ്പിനും അദ്ദേഹം തയ്യാറല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിഷലിപ്തമായ ബന്ധത്തിന്റെ ഉദാഹരണം ഒന്നുകൂടി ഓർക്കുക. 90% സ്വാതന്ത്ര്യവും 10% അടിമത്വവും എന്നൊരു ഓപ്ഷൻ ഇല്ല. ഇല്ല, അങ്ങനെ പറ്റില്ല. വിശുദ്ധ ലിഖിതം എന്താണ് പറയുന്നത്? ദാസിയെയും അവളുടെ പുത്രനെയും നിഷ്കാസനം ചെയ്യുക. അത്രമാത്രം റാഡിക്കലായ ഒരു തീരുമാനമാണത്. നിങ്ങളുടെ ജീവിതത്തിലെ ആ അടിമത്തത്തിന്റെ ഘടകങ്ങളെ പൂർണ്ണമായും വെട്ടിമാറ്റുക. അതെ, കാരണം ദാസിയുടെ പുത്രൻ സ്വതന്ത്രയുടെ പുത്രനോടൊപ്പം അവകാശിയാകാൻ പാടില്ല. സ്വാതന്ത്ര്യവും അടിമത്വവും ഒരേ വീട്ടിൽ ഒരുമിച്ച് ജീവിക്കില്ല എന്ന് അദ്ദേഹം അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. അവിടെയാണ് ഈ രേഖയുടെ സമ്പൂർണമായ ചിത്രം നമുക്ക് ലഭിക്കുന്നത്. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ വില ബോധ്യപ്പെടുത്തേണ്ടത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ആ അവകാശത്തിന്റെ വലിപ്പം അവരെ ബോധ്യപ്പെടുത്തുക, നിയമങ്ങൾ നൽകുന്ന കപടമായ സുരക്ഷിതത്വത്തെ തുറന്നുകാട്ടുക, എന്നിട്ട് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് അവരെ ധൈര്യത്തോടെ കൈപിടിച്ച് നടത്തുക. ഇതാണിവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ കാര്യങ്ങൾ മുഴുവനൊന്ന് ചുരുക്കി നോക്കാം. കോടിക്കണക്കിന് രൂപയ്ക്ക് അവകാശിയായിട്ടും ഒരു ഇന്റേണിനെ പോലെ ജീവിക്കേണ്ടി വരുന്ന ഒരു കുട്ടിയുടെ അവസ്ഥയിൽ തുടങ്ങി ഒരു അമ്മയുടെ ഈറ്റുനോവിന്ന വൈകാരികതയിലൂടെ കടന്ന് ഹാഗാറിന്റെയും സാരായുടെയും ചരിത്രത്തെ തലകീഴായി മറിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു അലഗരിയിലെത്തി നിൽക്കുന്ന ഈ രേഖ വെറുമൊരു ചരിത്രപാഠമല്ല, അല്ലേ? തീർച്ചയായുമല്ല. ഇത് മനുഷ്യന്റെ എക്കാലത്തെയും വലിയൊരു പോരാട്ടത്തിന്റെ കഥയാണ്. അതായത് സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും തമ്മിലുള്ള പോരാട്ടം. ശരിയാണ്. ആ പഴയ നിയമങ്ങളോടും ചിട്ടകളോടും വിട പറഞ്ഞ് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഏറ്റെടുക്കാൻ മനുഷ്യൻ കാണിക്കേണ്ട ധൈര്യമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഭയമില്ലാതെ സ്നേഹത്തോടെ ജീവിക്കാനുള്ള ആഹ്വാനമാണത്. ഈ സംഭാഷണം അവസാനിക്കുമ്പോൾ ശ്രോതാക്കളായ നിങ്ങളോട് എനിക്ക് നേരിട്ട് ചോദിക്കാനൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങൾ ഇപ്പോഴും ഒരു ഇരുമ്പുകൂട്ടിനുള്ളിലാണോ ഇരിക്കുന്നത്?